റൂഹാനിയത്ത് പോലെയുള്ള പൈശാചികമായ വിഷയങ്ങൾ കൊണ്ട് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും വളരെയധികം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ദിവസവും വിളിച്ച് ഈ റൂഹാനിയത്തിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം തേടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത്, പരിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ സൂറത്തായ സൂറത്തുൽ മുഅ്മിനൂൻ വുളൂഓടുകൂടി കിടക്കുന്നതിന് മുമ്പായി ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക. ഖുർആൻ ഓതാൻ അറിവില്ലാത്തവർ അള്ളാഹുവിന്റെ അസ്മാഉകളിൽപ്പെട്ട യാ ഗഫൂർ യാ അല്ലാഹ്, യാ ഖബീർ യാ അല്ലാഹ്, യാ ഹയ്യു യാ അല്ലാഹ്, യാ ഹകീമു യാ അല്ലാഹ്, യാ ഗനി യാ അല്ലാഹ്, യാ ളാറു യാ അല്ലാഹ്, യാ ദയ്യാനു യാ അല്ലാഹ്, ഈ ഇസ്മുകൾ ഓരോന്നും 71 പ്രാവശ്യം വുളൂഓടുകൂടി കിടക്കുന്നതിന് മുമ്പായി ചൊല്ലുക. ഇൻഷാ അല്ലാഹ് റൂഹാനിയത്ത് പോലെയുള്ള പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളും മാറിക്കിട്ടും. ഈമാനുണ്ട് എന്നറിയിക്കുന്ന അടയാളമാണ് ദാനധർമ്മം ചെയ്യുന്നത്. പിഷ്കന്മാർക്ക് അത് കിട്ടൂല. ദാനധർമ്മം ചെയ്യുന്നത് ഈമാനിന്റെ ലക്ഷണമാണ്, ഈമാന്റെ അടയാളമാണ്. സ്വതക്ക എന്നത് നിങ്ങളുടെ ഈമാനിന്റെ ബുർഹാനാണ്, നിങ്ങളുടെ ഈമാനിന്റെ പ്രൂഫാണ്. സ്വതക്ക ഈമാന്റെ പ്രൂഫ് ഉണ്ടോ? പ്രൂഫ് എവിടെ നിന്നിരിക്കൂലേ? സ്വതക്കയാണ് അതിന്റെ പ്രൂഫ്. നിങ്ങൾ സ്വതക്ക ചെയ്യുന്നവരാണോ? അല്ലാത്തവർക്ക് പിടുത്തം വരും, കൊടുക്കാൻ തോന്നൂല. ഞാൻ എൻ്റെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ കൊടുക്കേണ്ടതുള്ളൂ എന്നൊക്കെ വെറുതെ തോന്നും. കുട്ടികളെ മുഴുവൻ ആവശ്യങ്ങൾ തീർന്നിട്ട് വല്ലത് ലോകത്ത് ചെയ്യാൻ പറ്റുമോ? ഇത്രയെല്ലാം ആവശ്യങ്ങളുണ്ട് മനുഷ്യന്. അൺലിമിറ്റഡ് ബോൺസാണ് മനുഷ്യന്റെ ആവശ്യങ്ങൾ. അൺലിമിറ്റഡ് ആണ്. കോമേഴ്സ് ഒക്കെ പഠിക്കുന്നില്ല. അൺലിമിറ്റഡ് ബോൺസ്. മനുഷ്യന്റെ ഡിമാൻഡുകൾ അൺലിമിറ്റഡ് ആണ്. പക്ഷെ അതിനിടയിൽ നമുക്ക് ദാനധർമ്മം ചെയ്യാൻ പറ്റണം. വസ്സദഖത്തു ബുർഹാൻ, ദാനധർമ്മം ചെയ്യണം എന്നാ പറഞ്ഞത്. സന്തോഷം കിട്ടുന്ന വലിയൊരു കാര്യമാണ് ദാനധർമ്മം. ഒരു മനുഷ്യന് വെറുതെ എന്തെങ്കിലും കൊടുക്കുക, അത് ഭയങ്കരമായ സന്തോഷം കിട്ടുന്ന കാര്യമാണ്. അത് അനുഭവിച്ചറിയണം. നമ്മൾ വാങ്ങിക്കാൻ, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കാൻ, നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുക, അതുകൊണ്ട് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. വല്ലാത്ത സന്തോഷമാണ്. വസ്സദഖത്തു ബുർഹാൻ, അത് ഈമാനിന്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹിൽ. ഒന്നാമത്തെ കാര്യം, നീ ധരിക്കുന്ന വസ്ത്രത്തിൽ നിന്റെ കയ്യോ മുഖമോ തുടക്കാറുണ്ടോ? രണ്ടാമത്തതോ, നിന്റെ വീടിന്റെ മുൻവശത്തെ വാതിലിന് നേരെ നീ തുപ്പാറുണ്ടോ? പിന്നീട് അവിടെ നിന്ന് മഗ്‌രിബിന്റെ സമയത്ത് ബാങ്ക് കേൾക്കുന്ന സമയം നിന്റെ വാതിൽ തുറന്നിടാറുണ്ടോ? ഈ 3 കാര്യങ്ങളുണ്ടോ? നിന്റെ കുടുംബത്തിലെ ദാരിദ്ര്യമെന്ന് മാത്രമല്ല, കുടുംബക്കാര് പോലും അവർ സ്വയമേ അവരവിടെ നിന്ന് സ്വയേനെ അവർ ഒഴി. ഒന്നാമത്തെ ഉമ്മയേക്കാൾ ശബ്ദം ഉയർത്തിയിട്ട് ജീവിതത്തിൽ ഒന്നും സംസാരിക്കരുത്. നല്ല പേടി വേണം, നമ്മളെ അമല് പൊളിഞ്ഞു. തമാശ കളിയല്ല. മാതാപിതാക്കളെ വിഷയത്തിൽ അള്ളാഹ് ഒരു കൺസെഷനും തരൂല. അതുകൊണ്ടാണ് അള്ളാഹ് ഇബാദത്ത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അത് ആ വിഷയം അള്ളാഹ് പറയും. അനിഷ്കുർലി, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്തോളണം. എനിക്ക് മാത്രമല്ല, വലിവാലിദേ, നമ്മളെ മാതാപിതാക്കൾ. അതിനാ ഒന്നിച്ചു പറയണത്. സക്കാത്ത് നിസ്കാരം എന്ന് പറയാൻ അറിയാറ്റ. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, എനിക്ക് മാത്രമേ നിങ്ങളെ ഇബാദത്ത് എടുക്കാൻ പറ്റൂ. ശിർക്ക് ചെയ്യരുത് എന്നാ പറയണത്. തൊട്ട് ശേഷം എന്താ പറയണത്? വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ മറ്റേത് അള്ളാഹ്ക്ക് ആവശ്യമില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. എന്താണ് ഇതിന്റെ ഗൗരവം? നമുക്ക് തോന്നുന്ന പോലെ ജീവിക്കലല്ല ഇസ്ലാം. ഇസ്ലാം പറഞ്ഞ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു മുസ്ലിം രൂപപ്പെടുന്നത്. മാതാപിതാക്കൾ നമ്മുടെ ഏറ്റവും വലിയവരായിരിക്കണം. നമ്മളെക്കാൾ അറിവ് കുറവായിരിക്കും, ഇബാദത്ത് കുറവായിരിക്കും. പക്ഷേ എന്തു പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ സ്വർഗത്തിന്റെ ചാവി ഓരോരുത്തരുള്ളത്. സ്വർഗത്തിൽ എന്തെല്ലാം ഉള്ളതെന്ന് ചിലപ്പോൾ നമുക്ക് കൈക്കും കൂടുതൽ അറിയാം. ചാവി ഓരോ കയ്യിലുള്ളത്. അതില്ലാണ്ട് ഉള്ളിലെത്തൂല.